നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഹർഷന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒന്ന് സംഘടിപ്പിച്ചു തരാൻ പറ്റുമോ? നീ അവന്റെ ഫോട്ടോയും വിസയുടെ ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് അയച്ചതാ. എംബസിയിലും മറ്റും എനിക്ക് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഒന്നും അല്ലേലും ഒരു സിവിൽ സർവീസ് സ്റ്റുഡന്റ് അല്ലായിരുന്നോടി ഞാൻ. ഇവര് തമ്മില് ശരിക്കും എന്താ ഇടപാട്? ഓക്കെ, ശരി. നിനക്ക് ഇഷ്ടമുള്ളതല്ലെങ്കിൽ അത് വിട്ടേക്ക്. നിന്റെ നന്മയെ കരുതി പറഞ്ഞതേ ഉള്ളൂ. ഹർഷനെ ഉപേക്ഷിച്ചുള്ള ഒരു നന്മ എനിക്ക് വേണ്ട. അവന് വേണ്ടിയാ ഈ കഷ്ടപ്പാടുകൾ മുഴുവൻ ഞാൻ സഹിക്കുന്നത്. ഓക്കെ ഓക്കെ, ഞാൻ നിന്റെ ആത്മാർത്ഥതയെ സംശയിക്കാൻ പാടില്ലായിരുന്നു. യഥാർത്ഥ പ്രണയമൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം എനിക്കതിന്റെ വില അറിയാത്തത്. ഐ എം സോറി മോളെ, റിയലി സോറി. നോക്ക്, ഇതിന്റെ ഒരു പ്രായശ്ചിത്തമായിട്ട് നിന്റെ പ്രണയ സാക്ഷാത്കാരത്തിന് വേണ്ടി ഞാൻ ശ്രമിക്കാം. എനിക്കങ്ങനെ നല്ലൊരു മനസ്സുണ്ടാകുമോന്നായിരിക്കും നിന്റെ സംശയം. നിന്റെ സംശയം ശരി തന്നെയാ. ഇതിലെനിക്കും മെച്ചമുണ്ടെന്ന് തന്നെ കൂട്ടിക്കും. മനസ്സുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശാലിനിയുടെ ജീവിതം തകർക്കാൻ നീ എനിക്ക് കൂട്ടുനിൽക്കുകയാണല്ലോ. ഞാൻ പറഞ്ഞത് നീ വ്യക്തമായി കേട്ടല്ലോ. മനസ്സുണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് സമ്മതമല്ലെങ്കിലും നമ്മുടെ പഴയ ഡീൽ തുടരും. അതാണ് എനിക്കുള്ള മെച്ചം. ഇപ്പൊ ഞാൻ കമാൻഡ് ചെയ്യുന്നു, നീ അതനുസരിക്കുന്നു. അതിലൊന്നും ഒരു മാറ്റവുമില്ല. പക്ഷേ അതിന് പ്രത്യുപകാരമായി ഞാൻ നിനക്കൊരു ബോണസ് കൂടി തരും. ഹർഷനെ ഇപ്പൊ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തത് നിന്റെ ഒരു പ്രോബ്ലം ആണല്ലോ. അവൻ US-ലാണെന്നല്ലേ പറഞ്ഞത്? അതെ. അതിന് ഞാനൊരു വഴി കണ്ടെത്തി തരാം. എന്ത്? നിന്റെ ഇപ്പോഴത്തെ ഈ ശ്വാസമുട്ടലൊക്കെ ഒന്ന് കുറയും. നീ ഇവിടെ അവന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് അവൻ അറിയണമല്ലോ. ഇപ്പൊ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അവനറിയണം. അപ്പോ പിന്നീടുണ്ടാകാവുന്ന ഒരു തെറ്റിദ്ധാരണ ഒഴിവാക്കുകയും ചെയ്യാം. നീ ഇത്രയും ബുദ്ധിമുട്ടിലാണെന്നറിഞ്ഞ ഹർഷൻ ഒരു പക്ഷേ 14 ദിവസമെന്നല്ല, അതിനു മുന്നേ എത്താനും മതി. ഹർഷന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒന്ന് സംഘടിപ്പിച്ചു തരാൻ പറ്റുമോ? നീ അവന്റെ ഫോട്ടോയും വിസയുടെ ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് അയച്ചതാ. എംബസിയിലും മറ്റും എനിക്ക് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഒന്നും അല്ലേലും ഒരു സിവിൽ സർവീസ് സ്റ്റുഡന്റ് അല്ലായിരുന്നോടി ഞാൻ. ഇവര് തമ്മില് ശരിക്കും എന്താ ഇടപാട്? നീ ഇതിനും അപ്പുറം ഒന്നും പറയാൻ പോകുന്നില്ലെന്ന് എനിക്ക് ഉറപ്പാ മധുശ്രീ. പക്ഷെ കാർത്തികയുടെ കഥയിൽ നിനക്കും ഒരു റോൾ ഉണ്ടെന്ന് മനസ്സിലായി. അതെന്താണെന്ന് ഉറപ്പിക്കുകയേ ഇനി വേണ്ടു. ബുൾഷിറ്റ്. ഹലോ കുഞ്ഞേച്ചി, കുഞ്ഞേച്ചിയുടെ കോള് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ആരെ കാണാനാ കാർത്തിക ഇത്ര തിടുക്കപ്പെട്ടു പോയത്? മധുശ്രീയെ. മധുശ്രീയെയോ? അതെ, മധുശ്രീ തന്നെ. അപ്പൊ കാർത്തികയ്ക്ക് പിന്നിൽ മധുശ്രീയാണോ? മധുശ്രീയാണോ അവളെ ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത്? അക്കാര്യം ഇപ്പോഴും ഉറപ്പിച്ചു പറയാനായിട്ടില്ല. എനിക്ക് നല്ല ബലമായ സംശയം ഉണ്ടായിരുന്നു അവള് കാർത്തിക വിഷ്ണുവേട്ടനെ മനഃപൂർവ്വം എങ്ങനെയാ മയക്കിയെടുത്തതാണെന്ന്. അവൾക്ക് മറ്റെന്തോ ദുരുദ്ദേശമുണ്ട് കുഞ്ഞേച്ചി, അത് നമുക്ക് കണ്ടുപിടിക്കണം.
എങ്കിലേ അവളുടെ കള്ളക്കളി പൊളിക്കാൻ പറ്റൂ. വിഷ്ണുവേട്ടന്റെയും കാർത്തികയുടെയും കല്യാണം എവിടെ വെച്ച് നടന്നെന്നാ പറഞ്ഞത്? അതിരിക്കട്ടെ, എവിടെ വെച്ചായിരുന്നു നിങ്ങളുടെ വിവാഹം? മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച്. ഏത് മഹാദേവ ക്ഷേത്രം? പാലോടുള്ള മഹാദേവ ക്ഷേത്രം. കുഞ്ഞിച്ചി, പാലോടുള്ള മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച്. ശരിക്കും അവരുടെ കല്യാണം കഴിഞ്ഞുവെന്ന് സംശയമുണ്ടല്ലേ കുഞ്ഞിച്ചിക്ക്? എനിക്കും സംശയമുണ്ട് അവര് കള്ളം പറയുന്നതാണോന്ന്. കണ്ടുപിടിച്ച് കള്ളി പൊളിക്കണം. നമുക്ക് നോക്കാം. വിളിക്കണേ കുഞ്ഞിച്ചി. മധുശ്രീയോ? രാമേട്ടാ, ഒന്ന് പെട്ടെന്ന് പോണം. ശരി മേഡം. ഭഗവാനെ, വിഷ്ണുവേട്ടന്റെയും കാർത്തികയുടെയും കാര്യത്തിലുള്ള സത്യങ്ങൾ കണ്ടെത്താൻ എന്നെ അനുഗ്രഹിക്കണേ. തിരുമേനി, തിരുമേനി, ഞാൻ കളക്ടർ മാഡമാണോ? ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. എന്തോ വിവരം അറിയാനുണ്ടെന്ന് പറഞ്ഞു. തിരുമേനി, നമുക്ക് അല്പം അങ്ങോട്ട് മാറി നിൽക്കാമെങ്കിൽ. ഓ, അതിനെന്താ, കുറച്ച് ഒഴിവുള്ള സമയമാ. അങ്ങോട്ട് നിൽക്കാം. തിരുമേനി, എനിക്കറിയേണ്ടത് ഇക്കഴിഞ്ഞ നവംബർ 9 ഈ ക്ഷേത്രത്തിൽ നടന്ന വിവാഹങ്ങളെ കുറിച്ചാ. നവംബർ 9? അതെ, നവംബർ 9 ശനിയാഴ്ച. അന്ന് വിവാഹങ്ങളൊന്നും നടന്നിട്ടില്ലല്ലോ ഈ ക്ഷേത്രത്തില്. ഒരുപക്ഷെ തിരുമേനിക്ക് ഓർമ്മയില്ലാത്തതാണെങ്കിലോ, അതല്ലെങ്കിൽ ഡേറ്റ് മാറിപ്പോയത്. ഓർമ്മ ഈ പ്രായത്തിൽ നല്ല കൃത്യാണേ. നവംബർ 9 എന്ന് പറഞ്ഞാൽ തുലാമാസത്തിലെ തിരുവോണനാൾ, ശ്രീ പത്മനാഭന്റെ അൽപ്പശി ആറാട്ട്. അന്നീ ക്ഷേത്രത്തിൽ ചില ശനിദോഷ പരിഹാര പൂജകൾ അതൊഴികെ വേറൊന്നും നടന്നിട്ടില്ല. ഇതത്ര വലിയ ക്ഷേത്രമൊന്നുമല്ല, എന്നാലും ഒരിടത്തും എന്റെ കണ്ണെത്താതെ ഒരു കാര്യം നടക്കുകയുമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.